ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ഏത്തപ്പഴവും പിന്നെ മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന്ന് റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. ഗോതമ്പ് പൊടി എടുക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. നമുക്ക് ഇത് എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം. എന്നാൽ മാത്രമേ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കല്ലപ്പുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 2 മുട്ട വേണം, ഏലക്കായ പൊടിച്ചത് വേണം, പഞ്ചസാര വേണം, നെയ്യ് വേണം. ഈ നെയ്യും പഞ്ചസാരയും ഏലക്കായും അത് ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഏത്തപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. എന്നാലും നമ്മളിതിലേക്ക് പഞ്ചസാര അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. അപ്പോഴായിരിക്കും നമ്മൾ ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് റെഡിയായി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചിട്ടിടുക. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക. ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുക. ഇത് നിങ്ങൾ ഇതേപോലെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് തുറന്ന് വയ്ക്കരുത്. തുറന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മോൾ ഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആവും. നീക്കി വയ്ക്കുക. ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് പഴം ചേർക്കുക. ഈ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയും പഴം ഇതേപോലെ നന്നായിട്ട് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് നമ്മൾ എടുത്ത് വെക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പഴം ഇതേപോലെ നന്നായിട്ട് പഴുത്ത് കിട്ടുള്ളൂ. ഈ പഴം കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ പഴം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ ചൂടായ പാനിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യ് കുറച്ച് നന്നായിട്ട് ചേർക്കണം. അപ്പോഴായിരിക്കും ഈ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് സാധാരണ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ നെയ്യിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ബട്ടർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആ ബട്ടറും കൊണ്ട് നല്ല ടേസ്റ്റുള്ള നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ നെയ്യ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഴം ചേർക്കാം. നെയ്യിൽ കിടന്നിട്ട് ഈ പഴം നന്നായിട്ട് വേവണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നെയ്യ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടും ചേർക്കാം. പക്ഷേ നെയ്യിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ പഴം ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ നമ്മൾ ഏറ്റാദ്യം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കും. കാരണം പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് കാരമലൈസ് ആവും. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്കതൊരു 3/4 ഭാഗം റെഡിയായി കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർക്കാം. അപ്പോൾ തീ പതുക്കൊന്ന് കുറച്ചിട്ട് വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇടയ്ക്ക് നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കണം. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ട് ഒരു അളവില്ല. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ ഫില്ലിങ്ങിന് മധുരം കുറച്ച് കൂടിയിരിക്കണം. അപ്പോഴായിരിക്കും നമ്മൾ ആ ഗോതമ്പ് പൊടിയുടെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇത് റെഡിയായി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കണം. മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കൊത്തി പൊരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടാണ് മുട്ട കൊത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാനിവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കാണ് മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് മുട്ട പൊരിച്ചിട്ട് ചേർത്താലും മതി. ഇതിലേക്ക് മുട്ട ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം. ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ക്രീമി പോലെ ഇരിക്കണം, ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചേക്കണ ഈ ഗോതമ്പ് പൊടി എടുക്കുക. ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. ചപ്പാത്തിക്ക് എടുക്കണം അത്രയ്ക്ക് വലുതാക്കിയിട്ട് എടുക്കണ്ട, അതിൻ്റെ ഒരു പകുതി. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കേണ്ട മൈദയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കണ ഇത്രയ്ക്ക് ഫില്ലിങ് കൊണ്ട് ഇതേപോലത്തെ ഒരു 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഇതേപോലെ ഇത്രയ്ക്ക് അധികം ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടണം. അത് ഏറ്റവും ആദ്യം ഈ ഫില്ലിങ് മേക്ക് ഇങ്ങനെ അമർത്തി വെക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ഫില്ലിങ് മേക്കാണ്ട് പരത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓട്ട വരും. അപ്പോൾ അത് ഓയിലിടുമ്പോൾ ഓയിൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുടിക്കും. ഇത് ഇതേപോലെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞെറിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരാം. ഇതേപോലെ ഇങ്ങനെ ഞെറിഞ്ഞ് കൊണ്ടുവരാം. ഇത് മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കൂട്ടാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടയുടെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബോളാക്കിയിട്ട് കോഴിക്കോട്ടയുടെ ഷേപ്പാക്കാം. പക്ഷെ ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷേപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ ചിലപ്പോൾ ഉള്ളിൽ കയറും. ഇതേപോലെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും ഓയിൽ കയറില്ല. ഇതേപോലെ ഇവിടെ ഒന്ന് നേരത്തെ കാണുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതേപോലെ ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. ഈ പുറത്തൊന്നും ഒട്ടും ചെറിയ ഓട്ടയൊന്നും പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കയറുമല്ലോ. അപ്പോൾ ഇതേപോലെ കിട്ടും. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കാനായിരുന്നാലും ഇത് നല്ല ഈസിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും കാണുമ്പോൾ എന്നാലും ഒരു വെറൈറ്റി ഷേപ്പ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഫില്ലിങ് കറക്റ്റായിരുന്നു, 5 എണ്ണത്തിനുണ്ടായിരുന്നു. ഞാനിവിടെ 1.5 കപ്പിൻ്റെ അടുത്താണ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇവിടെ ഇത്രയും കൂടി മാവ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.25 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് അളവിൽ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫില്ലിങ് നന്നായിട്ട് ചൂടാറണം. ഫില്ലിങ് ചൂടോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ അടിഭാഗം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും. അപ്പോൾ ഫില്ലിങ് നന്നായിട്ട് ചൂടാറണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഓരോന്നായിട്ടിടാം. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, പേര് എന്താ ഇടാന്നുള്ളത് അറിയില്ല, ഞാൻ ഓർത്തുകൊണ്ടിരിക്കണം. ഫില്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെയും എടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.